ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫാസ്റ്റ് പ്രേയറുള്ള ബന്ധത്തിലും ഇന്ന് യൂട്യൂബ് ചാനലിൽ ശ്രവിക്കുന്നതായ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഏതൊക്കെ ഭവനങ്ങളിലാകട്ടെ, ഏതൊക്കെ ജില്ലകളിലാകട്ടെ, ഏതൊക്കെ സ്റ്റേറ്റുകളിലാകട്ടെ, ഹല്ലേലൂയ, ഏത് രാജ്യത്തിലിരുന്നോ ശ്രവിക്കുന്ന ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നിസ്തുലനാഥി അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വളരെ പ്രത്യാശയോടുകൂടി തന്നെ ദൈവസന്നിധിയിലായിരിക്കാൻ വലിയവനായ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്നലെ പകൽക്കാലം വളരെ ശക്തമായ ആലോചന ദൈവം തരുവാനിടയായി. പുതിയ കൃപകളെ ദൈവം പ്രാപിച്ചെടുക്കുവാൻ തന്റെ ജനത്തിന് ഒരുക്കിയ കൃപയ്ക്കായി ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വളരെ പ്രത്യാശയോടുകൂടി തന്നെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമുക്കൊരു വേദഭാഗത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അത്യവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം ദുഷ്ടമായി പോകും. നിങ്ങൾ ആഹാരം വിളയുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയുടെ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടവാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കും. മഹാപരിശുദ്ധനും നീതിമാനും നിസ്തുലമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ നല്ല സമയത്തിനായി സ്തോത്രം. വായിച്ച തിരുവചനം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പൊരുളുകളൊന്നും അടിയങ്ങൾക്ക് അറിവില്ല. ഏതാത്മാവിനാൽ എഴുതിയാലും ഏതു ഭാഷകളിൽ എഴുതിയാലും പൊരുളുകളും നിഴലുകളുമായി തിരിച്ചിരിക്കുന്ന ഈ 66 പുസ്തകങ്ങളെ കൊണ്ട് പുറത്തിണക്കിയതായ ദൈവത്തിന്റെ വചനത്തിലാണ് ഞാൻ നിങ്ങളെ കുറിച്ച് പുസ്തകച്ചുരുളിൽ എഴുതിയിട്ടുണ്ടെന്ന് വചനമുണ്ട്. ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ജീവിതങ്ങളോട് അടിയങ്ങളോട് യൂട്യൂബ് ചാനലിൽ ശ്രമിക്കുന്ന മക്കളോട് ഇന്ന് പകൽക്കാലം വ്യക്തമായി ഇടപെടുമാറാകണമേ. ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരണം, അടിയങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരണം. കർത്താവ് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി സംസാരിക്കണം. എല്ലാം ഏൽപ്പിക്കുന്ന കൃപയോട് ഇടുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവ് അറിയിച്ചിരിക്കുന്നതായ ദൂത് ഹബക്കൂക്ക് പ്രവാചകന്റേതായ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകുകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വചനത്തില് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്: അത്തിവൃക്ഷം എന്ത് ചെയ്യത്തില്ല, തളിർക്കയില്ല. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യുവിൻ, സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.
എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത്. മതി. പ്രൈസ് ദി ലോർഡ്. ഈ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ, അല്ലേ? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചട്ടെ. 4-ാമത്തെ വാക്യം. കർത്താവിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരിലും അറിയട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരിലും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നിങ്ങൾ ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കേണ്ടത് വേണ്ടത്. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും അത് സ്വോത്രത്തോടുകൂടി ദൈവത്തിൽ എന്ത് ചെയ്യാം? മനുഷ്യരോട് അറിയിക്കാൻ പറഞ്ഞിട്ടില്ല, മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളത് സ്വോത്രത്തോടുകൂടി ദൈവത്തിൽ അപേക്ഷിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു നിങ്ങൾ സന്തോഷിക്കാനാ പറഞ്ഞേ, അല്ലേ? കർത്താവിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞത്? സന്തോഷമുള്ളിടത്ത് പിശാചിന് എന്തില്ല? അധികാരമായിരുന്നു. അപ്പൊ നാം എന്തിലൊക്കെ സന്തോഷിക്കണം? സ്തോത്രം. നമുക്ക് സന്തോഷം വരുന്നത് എങ്ങനെയാ? ഒരു നന്മ ഉണ്ടാകും നമ്മൾ സന്തോഷിക്കും. നമുക്ക് കഷ്ടം വരുമ്പോ നമ്മൾ സന്തോഷിക്കുമോ? കഷ്ടത വരുമ്പോ എന്ത് ചെയ്യത്തില്ല? സ്തോത്രം. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒരു ദൈവവചനോട് പറയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ. കഷ്ടത വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കാൻ പറഞ്ഞ ആരും സന്തോഷിക്കുമോ? അതിനാ കഷ്ടത ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആണോ? ഹല്ലേലൂയ. ഇല്ലായ്മ വരുമ്പോ ആരെങ്കിലും സന്തോഷിക്കുമോ? അതാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അത്തിവർഷം എന്ത് ചെയ്യത്തില്ല? തളർക്കത്തില്ല, മുന്തിരിവള അനുഭവം തരത്തില്ല, യാതൊന്നും നിന്ന് നിനക്ക് എന്ത് ചെയ്യത്തില്ല? നന്മ കിട്ടത്തില്ല. അന്നേരം സന്തോഷിക്കാൻ പറഞ്ഞാൽ സന്തോഷിക്കുമോ? ആരെങ്കിലും സന്തോഷിക്കുമോ? സ്തോത്രം. ഒന്നിൽ നിന്ന് നിനക്കൊരു അനുഗ്രഹമില്ലെങ്കിൽ നീ സന്തോഷിക്കുമോ? നിനക്കില്ലായ്മ വരുമ്പോ നീ എന്ത് ചെയ്യത്തില്ല? സന്തോഷിക്കത്തില്ല. പിന്നെ ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ സന്തോഷിക്കുമോ? ഒരു തരത്തിലും നിനക്ക് വിടുതലെടുക്കുവാൻ കഴിയാത്ത അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നീ സന്തോഷിക്കാൻ കഴിയുമോ? കർത്താവ് ചോദിക്കുന്ന ചില കാര്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു തരത്തിലും നിനക്ക് വിടുതലെടുക്കുവാൻ കഴിയാത്ത അനുഭവം, ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവം, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നീ അടയ്ക്കപ്പെട്ടവരെ പോലെ ഇരിക്കുന്ന ഈ അനുഭവം, ഇതിന്റെ അനുഭവം നിനക്ക് കടന്നു വന്നാൽ നീ സന്തോഷിക്കുമോ എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ചോദിക്കുവാനിടയായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ കാരാഗ്രഹത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നീ സന്തോഷിക്കുക എന്ന് ചോദിച്ചാൽ അതിനകത്ത് സന്തോഷിക്കാൻ കഴിയുമോ? ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. കാരാഗ്രഹത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഹല്ലേലൂയ നീ സന്തോഷിക്കാൻ കഴിയുമോ എന്ന് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ടാണ് ദൂത് വിളിച്ച് പറയുന്നത്. ആരെങ്കിലും സന്തോഷിക്കുമോ? കാരാഗ്രഹത്തിന്റെ അനുഭവം വരുമ്പോൾ ആരെങ്കിലും സന്തോഷിക്കാറുണ്ടോ? ഇല്ല. സമൃദ്ധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതെന്തുകൊണ്ട്? സ്തോത്രം. സമൃദ്ധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ദുഃഖം വരുമ്പോൾ നമ്മൾ ആരെങ്കിലും സന്തോഷിക്കുമോ? അതിനാ സ്തോത്രം. ദുഃഖം വരുമ്പോ ഹല്ലേലൂയ നമ്മൾ സന്തോഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ശത്രുവിൻ്റെതായ ഉപദ്രവം നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ നീ സന്തോഷിക്കുന്നുണ്ടോ? അതിനാ ശത്രു നിനക്ക് ഹല്ലേലൂയ കൂടെ കൂടെ നിന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുവാനിടയായിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്.
നമ്മൾ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചു. ഒന്ന് വായിച്ചാട്ടൊന്നും കൂടെ ഹല്ലേലൂയ. നിങ്ങൾ എന്നാ പറഞ്ഞത്? ക്രിസ്തുവിനെ അറിഞ്ഞ ദൈവമക്കൾ. സ്തോത്രം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നാ? നിങ്ങൾ കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഇടപെടാതെ എന്ത് ചെയ്യണം? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു കഷ്ടത വന്നാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും നീ സന്തോഷിക്കുവാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നീ കരയാൻ തമ്പുരാൻ പറഞ്ഞിട്ടില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ തമ്പുരാൻ തരാതെ വരത്തില്ല. അപ്പോൾ പിശാച് നിനക്കെതിരെ കൊണ്ടുവരുന്ന തന്ത്രങ്ങളോട് നീ കരയരുതെന്ന ദൈവാത്മാവിൽ വ്യക്തമായി ദൂതയിച്ച് പറയുന്നത്. ഈ കഷ്ടത തരുന്നത് ആരാണ്? ഈ ബുദ്ധിമുട്ട് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആരാണ്? ശത്രുവിന്റെ ഉപദ്രവം നിനക്കെതിരെ കൊണ്ടുവരുന്നത് ആരാണ്? ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മ കൊണ്ടുവരുന്നത് ആരാണ്? അവന്റെ മുമ്പിൽ കരയാനുള്ള ദൈവം നിന്നെ വിളിച്ചത്. തമ്പുരാൻ പറയാണ്, നീ സന്തോഷിക്കുക. വഴികളെല്ലാം നിന്നെ അടഞ്ഞ അസ്ഥാനത്ത് തന്നെ ഇരിക്കുക. ഗ്ലോറി. താങ്ക് യു. ഓ റിബാറ ബഷവരവരഗരഗടഗദന അന്തരാജഗലഗടഗദനാദിവര പ്രൗഢമരഗടഗസ്യ. നിന്റെ വഴികളെല്ലാം അടഞ്ഞു വെച്ചിരിക്കുക. അല്ലെ ശത്രു നിന്റെ വഴികളെല്ലാം അടച്ചു. ഗ്ലോറി. നീ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിലൊന്ന് സന്തോഷിച്ച് സ്വർഗ്ഗത്തിലെ തമ്പുരാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഓ അടച്ചോട്ടെ. ഓ റീഖാനഗസ്യാദന റിവികമനഗടഗദന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വ്യക്തമായിട്ട് പറയാണ്, ഹല്ലേലൂയ, വഴികളെല്ലാം അവൻ അടച്ചു വെച്ചിരിക്കുകയാണ്. നീ ഒന്ന് തുറക്കുന്ന കാണട്ടെ. ഇത് കണ്ടോണ്ടിരുന്ന് നമ്മളെ കരയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നിന്റെ വഴികൾ അടഞ്ഞെന്നോർത്ത് നീ കരയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, കർത്താവിൽ നീ എപ്പോഴും സന്തോഷിച്ചിരിക്കുക. ദൈവം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരാൻ മതിയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നീ സന്തോഷിക്കേണ്ടത് ക്രിസ്തുവിലാണ്. നിന്റെ അത്തിവൃക്ഷം പൂക്കത്തില്ലെന്നേ, നിന്റെ മുന്തിരിവള്ളിയിൽ നിന്ന് ഫലം നിനക്കില്ലെന്നേ. എങ്കിലും ഇതൊന്നും തരുന്നില്ലെങ്കിലും സ്വർഗത്തിലെ തമ്പുരാൻ പറയുന്നു, ഇതിന്റെ നടുവിൽ നീ ഒന്ന് സന്തോഷിച്ച് ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക.
ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ഓ ഹല്ലേലൂയ. റിഖാനഗസ്യാഗല അന്തരേ പ്രഭുഗമനഗനഗ അംബരാഗനഗനഗനാദിബല പ്രൗഢിമിരിമിഗവസ്യ. ഓ രീജനാദിഗനഗനഗന അസ്തരാദിബല പ്രൗഢിമിരിമിഗവനഗനഗ ഖനാദിബല പ്രൗഢിമിരിമിഗവ. ഓ രീജനാദിഗനഗനഗന അസ്തരാദിബല പ്രൗഢിമിരിമിഗവ അന്തരാദിബല പ്രൗഢ. ഇന്ന് പകൽക്കാലം നമ്മുടെ നിരാശകൾ മാറ്റണം. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും നിരാശയായിട്ട് ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിരാശകളെ ദൈവം മാറ്റിയിട്ടാ. തമ്പുരാൻ പറയാണ്, നീ ക്രിസ്തുവിലൊന്ന് സന്തോഷിച്ച് ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. നമ്മുടെ തമ്പുരാൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യാനാ പറഞ്ഞത്? സന്തോഷിക്കാനാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീടിനകത്ത് വന്നിരിക്കുന്ന ചില വിഷയമോർത്ത് നമ്മൾ കരയാനല്ല, സ്തോത്രം, അടയുന്നല്ല, അടഞ്ഞോട്ടെ, സ്തോത്രം. ഇതാര് വെച്ചിരിക്കുന്നത്? സാത്താൻ. നിന്റെ സന്തോഷത്തെ കെടുത്താനുള്ള എല്ലാ വിഷയങ്ങളും നിന്റെ വീടിനകത്ത് എന്തുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ സന്തോഷം, കർത്താവ് പറഞ്ഞു നിങ്ങൾ സന്തോഷിക്കണം. അപ്പൊ നിന്റെ സന്തോഷത്തെ കെടുത്താനുള്ള എല്ലാ പദ്ധതികളും അവൻ ഒരുക്കി എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നീ ഭയപ്പെടാനല്ല തമ്പുരാൻ പറഞ്ഞത്. നിന്റെ ഹൃദയത്തിനകത്തളത്തിൽ ആത്മീയ സന്തോഷമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന കൊണ്ട് നിർത്തിയിരിക്കുന്ന വിഷയമൊന്നും അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തി ദൈവം ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒരു വലിയ ദൈവിക സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറയുന്നൊരു ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, അത്തിവൃക്ഷം എന്ത് ചെയ്യത്തില്ല? തളർക്കത്തില്ല. മുന്തിരിവള്ളിയിൽ നിന്ന് അനുഭവമില്ല. സ്തോത്രം. അത്തിവൃക്ഷത്തെ കുറിച്ച്, വൃക്ഷങ്ങൾക്ക് രാജാവായിട്ടിരിക്കാനായിട്ട് വൃക്ഷങ്ങളെല്ലാം കൂടെ വിളിച്ചുകൂട്ടി. സ്തോത്രം. അഭിഷേകം ചെയ്തപ്പോൾ അത്തിയിലുള്ള വിശേഷമായ തൈലം അല്ലെങ്കിൽ പഴം അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവകൃപ, ഈ അത്തിയെ കൊണ്ട് ദൈവത്തിന് എന്തുണ്ട്? പ്രയോജനമുണ്ട്, ഇല്ലേ? സ്തോത്രം. തമ്പുരാൻ പറയുന്നുണ്ട്, നിന്റെ വിശേഷമായ പഴം. ഹല്ലേലൂയ. ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ഹല്ലേലൂയ പറയുന്നൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശേഷമായ ഹല്ലേലൂയ പഴം ഉപേക്ഷിച്ച് നീ ജാതികൾക്ക് എന്ത് ചെയ്യണം? നീ രാജാവായിട്ട് ഇരിക്കണം. കർത്താവ് ഉപ്പത്തിരിക്കുന്ന വൃക്ഷങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ജാതികൾക്ക് രാജാവായിട്ടിരിക്കാനായിട്ട് ഒരാളെ എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യും. അപ്പൊ പലർക്കും പല ദൈവകൃപയെ കൊടുത്തത്. അത്തിവൃക്ഷത്തിന് കൊടുത്തിരിക്കുന്ന ദൈവകൃപയല്ല ഒലിവ് വൃക്ഷത്തിന് കൊടുത്തിരിക്കുന്നത്. ഒലിവ് വൃക്ഷത്തിന് കൊടുത്തിരിക്കുന്ന ദൈവകൃപയല്ല മുന്തിരിവള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. മുന്തിരിവള്ളിക്ക്
കൊടുത്തിരിക്കുന്നതല്ല ഹല്ലേലൂയ മുൾപ്പടർപ്പിന് കൊടുത്തിരിക്കുന്നത്. പലർക്കും പല ദൈവകൃപയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവദാസന് കൊടുത്തിരിക്കുന്ന ദൈവകൃപയല്ല ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും പല ദൈവകൃപയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. 9 കൃപാവരങ്ങളിൽ പ്രാപിച്ചിരിക്കുന്നത് ചിലരെ കാണുള്ളൂ. എങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, പലർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കൃപകൾ വ്യത്യസ്തപ്പെട്ടതാണ്. ആണോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ആ വാക്യത്തിലൂടെ കടന്നു വരാം. സ്തോത്രം. അവിടെ ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് ഹല്ലേലൂയ വൃക്ഷങ്ങൾക്ക് രാജാവായിട്ടിരിക്കാൻ അഭിഷേകം ചെയ്തതിനെ കുറിച്ച് വായിച്ചോട്ടെ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ ഞങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയി. അവ ഒലിവൃക്ഷത്തോടെ നീ ഞങ്ങൾക്ക് രാജാവ് ഇരിക്കാൻ പറഞ്ഞു. അതിനെ ഒലിവൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പൊഴുത്തുവാൻ നിർത്തി വായിക്കണം. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾക്ക് രാജാവായിട്ടിരിക്കാൻ അഭിഷേകം ചെയ്യാൻ വേണ്ടി വൃക്ഷങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? വിളിച്ചു കൂട്ടി. സ്തോത്രം. ആ റെഫറൻസും കൂടെ ഒന്ന് പറയാം. റെഫറൻസ് ന്യായാധിപന്മാർ 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. പണ്ടൊരിക്കൽ വൃക്ഷങ്ങളെല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് ഹല്ലേലൂയ ഒരു രാജാവിനെ എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യാൻ വേണ്ടി പോയി. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഹല്ലേലൂയ അവ ഒലിവ് വൃക്ഷത്തോട് ഒന്നാമതായിട്ട് പറയാണ് ഒലിവ് വൃക്ഷം. നീ ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കാൻ എവിടെയാ? നീ ദൈവകൃപ പ്രാപിച്ചു വന്നു. നീ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വിളി കേട്ട്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കേട്ട്, ഹല്ലേലൂയ ക്രിസ്തുവിനെ അംഗീകരിച്ച്, ക്രിസ്തുവിന്റെ രക്തത്താൽ നിന്നെ മുദ്രയിട്ട് അഭിഷേകം ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന ഈ ഒലിവ് വൃക്ഷത്തോട് ഹല്ലേലൂയ പറയാണ്, നീ എന്ത് ചെയ്യണം? കഴിഞ്ഞ നാളുകളിൽ നടന്ന ലോകപരമായ രീതിയിൽ അവരുടെ മുമ്പിൽ നിനക്ക് ഹല്ലേലൂയ ഒരാളെ രാജാവായിട്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ ആവശ്യമാണ്. അപ്പൊ നീ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ നടന്ന രീതിയിൽ ലോകത്തിന് വേണ്ടി ജീവിക്കുവാനും ലോകത്തിന് വേണ്ടി ലീഡർഷിപ്പ് ചെയ്യുവാനും ഒരാളെ ആവശ്യമായിട്ട് തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു ഹല്ലേലൂയ ഒരു വൃക്ഷത്തോട് ചോദിച്ചു. ഇങ്ങനെയാ വിശ്വാസികളോട് സാത്താൻ വന്ന് ചോദിക്കുന്ന കാര്യം. ഒലിവ് വൃക്ഷത്തോട് ചോദിക്കുക, ഹല്ലേലൂയ എന്ത് ചെയ്യണം? രാജാവായിട്ടിരിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒലിവ് വൃക്ഷം പറയാ, ദൈവവും മനുഷ്യനും എന്നെ പുകഴ്ത്തുന്നത് ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേല് സ്തോത്രം. നമ്മൾ ആരെങ്കിലും പറയും സ്തോത്രം. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെല്ലാരും ഇറങ്ങി എങ്ങോട്ട് പോയിരിക്കുകയാണ്? സാത്താന്റെ കൂടെ പോയിരിക്കുക. ഈ വിഷയങ്ങളൊന്നും കൊണ്ട് ഞാൻ വളർത്തില്ല. ഹല്ലേലൂയ. എന്നിലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്തി പിശാച് പറയുന്ന വാതിലോട് ഞാൻ എന്ത് ചെയ്തില്ല. ഇപ്പൊ ജാതികൾക്ക് രാജാവായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പോയിരിക്കുക ആണോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യബന്ധമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശൂലേക്കാരത്തി പ്രിയനുമായിട്ടുള്ള ബന്ധം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. സ്തോത്രം. എങ്കിൽ ആ ബന്ധം എന്ന് പറയുന്നത് ഉത്തമഗീതത്തിൽ ഹല്ലേലൂയ കർത്താവ് പറയുന്നുണ്ട്, എന്റെ പ്രിയനുമായിട്ടുള്ളതായ ബന്ധം. അപ്പോൾ ദൈവം ഹല്ലേലൂയ അവിടെ കർത്താവുമായിട്ട് ദൈവം ഹല്ലേലൂയ എന്ത് ചെയ്യാണ്? ആ യോജിപ്പിനെ കുറിച്ച് തമ്പുരാൻ പറയാണ്. സഭയാ മണവാട്ടി. എങ്കിലും കർത്താവുമായിട്ടുള്ള ആ ബന്ധം അവിടെ ഉത്തമഗീതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജഡീകമായിട്ട് എടുക്കുമ്പോൾ ആത്മീയമായിട്ട് ഉത്തമഗീത ലേഖനത്തെ കാണുകയാണ്. എങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ആത്മീയമായ ബന്ധത്തില് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ആ പ്രിയനുമായിട്ടുള്ള ബന്ധം വിട്ടുകൊണ്ട് നീ ലോക ജാതികൾക്ക് രാജാവായിട്ടിരിക്കണം. അതിനായി വിഷയങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ചുമ്മാ വിഷയം കൊണ്ടുവന്നിരിക്കുന്നതല്ല. ആണോ? നന്മ അടഞ്ഞു പോയി.
നന്മകൾ മൊത്തം എന്ത് ചെയ്തിരിക്കുക. അപ്പൊ ലോക ജാതിയുടെ മുമ്പിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൈ നീട്ടണം. 100 രൂപ നീ എനിക്ക് വായ്പ തരാമോ? എനിക്ക് എന്തില്ല, പ്രാർത്ഥനയ്ക്ക് പോകാനില്ല, അല്ലെങ്കിൽ എനിക്കെന്നാ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാനില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നീ എന്ത് ചെയ്യണം? ലോക ജാതിയുടെ അടുക്കലായിട്ട് നീ എന്ത് ചെയ്യണം? ഇറങ്ങി ചെന്ന് ചോദിക്കണം. നീ എനിക്കൊരു 500 രൂപ തരാമോ? നീ എനിക്ക് ഒരാൾ 500 രൂപ നീ ഒരാളുടെ നിന്ന് വാങ്ങിച്ചെങ്കിൽ അടുത്ത വേറൊരു വ്യക്തിയിലൂടെ നീ എന്ന് ചോദിക്കുക, ഒരാൾ ആ വ്യക്തിക്ക് ഇന്ന ടൈമിൽ കൊടുക്കണം അല്ലേ? ഞാൻ നമ്മൾ പറയും നാളെ തന്നെ തന്നേക്കാമെന്നും പറഞ്ഞ് കൊടുക്കാൻ നമ്മൾ മേടിച്ചിട്ട് നാളെ കിട്ടിയില്ലെങ്കിൽ വേറൊരാളോട് ചോദിക്കും, ഒരു 500 രൂപ തരാമോ? ആ വ്യക്തിയോട് ചോദിച്ച് ഈ 500 രൂപയുടെ കടം കിട്ടും. അടുത്ത ആൾക്ക് വീണ്ടും കടമാണ്. ആ വ്യക്തിയോട് പറഞ്ഞ് പൈസ കൊടുക്കണമെങ്കിൽ നീ വേറെ വ്യക്തിയുടെ ഒരിക്കലോട്ട് നിന്റെ വീടിനകം എങ്ങനെയാ തീരുക? കടബാധിതം വന്ന് കയറുക. പ്രിയനുമായിട്ടുള്ള ബന്ധത്തിൽ സ്തോത്രം, നിന്റെ നന്മ അടച്ചുകൊണ്ട് നീ ലോകത്തിലേക്ക് ഇറങ്ങി തമ്പുരാൻ തന്നിരിക്കുന്ന വചനത്തിന്റെ ശക്തി ഉപേക്ഷിച്ച്, തമ്പുരാൻ തന്നിരിക്കുന്ന ദൈവകൃപ ഉപേക്ഷിച്ച് അതിനത്തിലൂടെ സ്വോത്രം സ്തുതിയും പുറപ്പെടുന്ന അഭിഷേകത്താൽ നിറഞ്ഞ നിന്റെ ശരീരത്തിന്റെ പുട്ടികളഞ്ഞ നിർജീവ അവസ്ഥയിലാക്കിക്കൊണ്ട് നീ ക്ഷീണിച്ച് ദുഃഖിച്ച് മറ്റുള്ളവരുടെ നടുവിൽ മനോവേദനയോട് ചോദിക്കുന്ന കാണുവാൻ ശത്രുവിന് ഭയങ്കര വിട്ടമുള്ള ഒരു കാര്യമാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയാണ്, നിന്റെ ബുദ്ധി ഒന്ന് നഷ്ടപ്പെടുത്തി കളയണം. നിന്റെ സന്തോഷത്തെ കെടുത്തണം. യേശുവിന്റെ നാമത്തില നിന്റെ സന്തോഷം കെടുത്തി കളയണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വ്യക്തമാക്കിയിട്ട് പറയാണ്, ഇങ്ങനെയാണ് നിന്റെ ശക്തി കെട്ടുപോകുന്നത്. ദൈവമക്കളെ, നിങ്ങളുടെ അല്ലെങ്കിൽ ദൈവകൃപയും നിങ്ങളുടെ അഭിഷേകവും നഷ്ടപ്പെട്ടു പോകുന്ന റൂട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കിയോ? ഇങ്ങനെയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ പിന്മാറ്റ അവസ്ഥകളിൽ പോകുന്നത്, നിങ്ങൾ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത്, നിങ്ങളുടെ ആത്മീയ മണ്ഡലം നിങ്ങൾ വിട്ടൊഴിഞ്ഞ് നിങ്ങൾ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടാവാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില നിന്റെ കൂട്ടതി കളയാനല്ല, നിന്റെ കൂട്ടതി കളയാനല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തില ഇന്ന് പകൽക്കാലം നിന്നിലുള്ള തൈലം, നിന്നിലുള്ള അഭിഷേകം ഇന്ന് പകൽക്കാലം നഷ്ടപ്പെടുത്തി കളയാൻ പിശാച് നിന്നെ ആത്മീയ മണ്ഡലത്തിൽ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടു പോകുന്ന വെറും ഒരു 100 രൂപയിലായിരിക്കും, വെറും ഒരു 500 രൂപയിലായിരിക്കാം, വെറും ഒരു 1000 രൂപയിലേക്ക് ഇറക്കിക്കൊണ്ടു പോകുന്നത്. നീ ഇറങ്ങാനുള്ള വ്യക്തിയല്ല.
പൊട്ടട്ടെ. ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ഇറങ്ങിയ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുപോകാൻ വെറും ഒരു 100 രൂപയിലായിരിക്കാം, വെറും ഒരു 10 രൂപയിലായിരിക്കാം, വെറും ഒരു 50 രൂപയിലായിട്ട് ആദ്യം നിന്നെ എന്ത് ചെയ്യുന്നത് അവൻ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാ ദൈവം അല്ലെങ്കിൽ വിശ്വാസികൾ എന്ത് ചെയ്യുന്നതാ ക്രിസ്തുവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നിനക്കൊരു 10 രൂപയുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞൊരു കാര്യം വേണ്ട, നീ സ്തോത്രത്തോടു കൂടി അവന്റെ മുമ്പിൽ എത്തിയ അപേക്ഷിക്കാനാ പറഞ്ഞത്. ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഇനി ആവശ്യമുണ്ട്, തമ്പുരാനെ എനിക്കത് നിറവേറ്റി തരണം. ഇത് നീ ചോദിക്കാറുണ്ടോ? സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വ്യക്തമായിട്ട് പറയാണ്, എന്റെ ആവശ്യം ഇന്നതാ തമ്പുരാനെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതെനിക്ക് നിറവേറ്റി തരണം. ഒരു വ്യക്തിയെങ്കിലും ചോദിക്കാറുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നമ്മള് ലോകത്തിലേക്ക് ഇറങ്ങി ചോദിച്ചാലും ദൈവസന്നിധിയിൽ ആരും ചെയ്യാറില്ല, ചോദിക്കാറില്ല. അവൻ പയ്യെ ഇറങ്ങിക്കൊണ്ട് പോവുക. നീ ദൈവസന്നിധി വന്നാണോ? നീ അവിടെ നിന്ന് സന്തോഷിക്കണ്ട, നീ എന്റെ ഭാഗത്തോട്ടൊന്ന് വാ. അതിനവനൊരു ട്രിപ്പ് ഇട്ടിരിക്കുന്നതാ. നല്ലൊരു ഒരാവശ്യം പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത്ര രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയുമ്പോ നിന്റെ കയ്യിലില്ലാത്തപ്പോ നീ ദൈവസന്നിധിയിൽ അത് ചോദിക്കാതെ നീ മനുഷ്യരോട് എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കൂടെ നടക്കുക. സ്തോത്രം. ഇങ്ങനെ ഒന്നാമത്തെ പിന്മാറ്റം വരുന്നത് ആണോ? സ്തോത്രം. വിശ്വാസികളെ ആത്മീയ മണ്ഡലത്തിൽ നിന്നും നിന്റെ ഹൃദയത്തിൽ നിന്നും ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്ത് ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുപോകുന്ന പിന്മാറ്റാവസ്ഥ കൊണ്ടിരുന്ന പദ്ധതി അവന്റെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒലിവവൃക്ഷം പറഞ്ഞു, മനുഷ്യരും ദൈവവും എന്നെ പുകഴ്ത്തുന്ന വിശേഷമായ തൈലം എന്നിലുണ്ട്. എന്നിലൊരു ദൈവകൃപ ഈ തൈലം കൊണ്ട്. വലിയ ദൈവകൃപ എന്നിലുണ്ട്. മറ്റുള്ളവർ നിന്നെ അപമാനിച്ചുകൊണ്ടിരുന്നപ്പോ, മറ്റുള്ളവർ നിന്നെ നിന്ദിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് യഥാർത്ഥമായി ദൈവവിളിയിലേക്ക് ഇറങ്ങിയ ദൈവവൈദ്യര് ദൈവം പാഠപീഠത്തിൽ കടന്നു വന്നു നിന്ന് ദൈവത്തെ അനുസരിച്ച് മറ്റുള്ളവർ നിന്ദിച്ച മനുഷ്യര് നിന്നെ മാനിക്കാൻ തുടങ്ങി. ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങിയപ്പോ അത് സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ നാളുകളിൽ നീ എന്റെ കൂടെ കിടന്നതല്ലേ, നീ ഒന്ന് വളരാൻ അവരൊരു പദ്ധതി ഒരുക്കി വന്നിരിക്കുന്ന പദ്ധതി എന്ന് പറയണം. Hallelujah.
കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച ദൈവകൃപയും അധികാരമുള്ളവൻ ഹൃദയത്തിലുള്ളപ്പോൾ കല്ലോലിയ കർത്താവിനെ അറിയാൻ പോയപ്പോൾ അവനോട്, നമ്മുടെ ഭർത്താക്കന്മാരോടാകട്ടെ, വീട്ടിലുള്ള പിതാവിനോടാകട്ടെ അനുവാദം ചോദിക്കുന്നത് പോലെ ഹൃദയത്തിനകത്തുള്ള തമ്പുരാനോട് അനുവാദം ചോദിക്കാറുണ്ടായിരുന്നു. കല്ലോലിയ നിസ്സാരമായ ഒരു 10 രൂപയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവൻ ഇറക്കിക്കൊണ്ട് പോകാൻ ഒരു ചോദിച്ചില്ല കൊണ്ടുവന്നപ്പോൾ അപ്പനോട് ചോദിച്ചില്ല, അപ്പൻ അകന്നുപോയി. എന്ത് കാര്യം അപ്പനോട് ചോദിച്ചിട്ട് ചെയ്യുന്ന വ്യക്തി അപ്പനോട് ചോദിക്കാതെ പുറത്തുപോയി. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അപ്പനോട് ചോദിക്കാതെ നീ പുറത്തുപോയ അവസ്ഥയാ ദൈവാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നത്. പലവട്ടം ദൈവം കൂടാതെ ഒരു കാര്യം ചോദിക്കാറില്ലായിരുന്നു. ഹൃദയത്തിലുള്ള അപ്പനോട് പറയും, ഒരു വാക്ക് എനിക്ക് ഉച്ചരിക്കാൻ കഴിയുമോ? ഞാനൊരു സ്വത്രം പറയുന്നതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ ആരാധിക്കുന്നതിനകത്ത് കുറവുണ്ടോ എന്ന് ചോദിച്ച വ്യക്തി അകന്നുപോയ അവസ്ഥയെ കുറിച്ച് ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയാണ്. എന്നിലുള്ള അഭിഷേകം ഞാൻ ഓർത്തില്ല. നിസ്സാരം 10 രൂപ മാത്രമേ ഓർത്തുള്ളൂ. ആണോ? ഓർത്തണം. 10 രൂപ അടയ്ക്കണമെന്ന് പറയുമ്പോ 10 രൂപ മാത്രമേ ഓർത്തുള്ളൂ. തമ്പുരാനെ ഓർത്തില്ല. എന്നിലുള്ള വിശേഷ ധൈര്യം ഓർത്തില്ല. എന്നെ കല്ലോലിയ മനുഷ്യരും ദൈവം എന്നെ മാനിക്കുന്നതൊന്നും ഓർത്തില്ല. അതോർക്കാതെ പുറത്തുപോയത് ദൈവാത്മാവിൽ വ്യക്തമായി ദൂത് വിളിച്ചു പറയാ, നീ ഒന്ന് മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ഒലിവ് പറഞ്ഞു, എന്നിലുള്ളത് ഉപേക്ഷിച്ച് ഞാൻ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. നമ്മൾ ആരെങ്കിലും അധികാരത്തോടു കൂടി പറഞ്ഞു, ആരും ആരുടെ മുമ്പിൽ എന്ത് ചെയ്തേക്കരുത്, ഒരു പരാതി നീ ഇരുന്ന് പറയരുത്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ അപ്പോഴായിട്ടോണം മുഴങ്കാലം മടക്കിക്കോണം. അപ്പൊ എനിക്ക് ഇനി ആവശ്യങ്ങൾ നടക്കാനുണ്ടോ? ഹലോ, ഇന്ന് എത്ര പേര് മുഴങ്കാലം മടക്കും? കലോലിയ നാളെ എനിക്ക് നടക്കേണ്ടതായിരിക്കാം, അടുത്ത ദിവസം നടക്കേണ്ടതായിരിക്കാം. അപ്പനെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കിക്കേ, എനിക്ക് ഇന്ന ആവശ്യങ്ങൾ എന്റെ വീടിനകത്ത് നടക്കാനുണ്ട്. എന്റെ അപ്പൻ കൂടാതെ എനിക്ക് ഒരു നന്മയും പുറത്തുള്ളത് വേണ്ട എന്ന് നീ വീട്ടിൽ എഴുതിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എന്റെ അതരം കൊണ്ട് ഇനി പറയരുത്, ഇന്നത് നിനക്ക് കൊടുക്കാനുണ്ട്, ഇന്നത് നിനക്ക് വീടാനുണ്ടെന്ന് പറയരുതെന്ന് തമ്പുരാൻ വളരെ വ്യക്തമായി താക്കീത് ചെയ്യുമ്പോ നിന്നിലുള്ള അഭിഷേകം കളഞ്ഞും നീ ദൈവ കൃപയും നഷ്ടപ്പെടുത്തി മനുഷ്യരും ദൈവം നിന്നെ മാനിക്കുന്ന വ്യക്തിയാണെന്ന് നീ ഇന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കണം. നീ നിന്നോട് തന്നെ ഒന്ന് സംസാരിക്കണം. എന്റെ അപ്പ, ഞാൻ ജാതികളുടെ മധ്യത്തില് എന്നെ പരാജയപ്പെടുത്തിയവന്റെ നടുവില, എന്നെ ലജ്ജിക്കുമാറാക്കിയവന്റെ നടുവില, എന്നെ മാനിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഇരിക്കുന്നവനാണെങ്കിൽ അവനെ മാനിക്കുന്നവനെ തമ്പുരാനെ ഉപേക്ഷിച്ച ഇന്ന് പകൽക്കാലം നീ പുറത്തു പോകരുത്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയും, നിനക്കൊരു അധികാരം തന്നിട്ടുണ്ട്, നിനക്കൊരു പവർ തന്നിട്ടുണ്ട്, നിനക്കൊരു ശ്രേഷ്ഠത തന്നിട്ടുണ്ട്, നിനക്കൊരു മാന്യത തന്നിട്ടുണ്ട്. ആ മാന്യത വിട്ട് നീ ഇറങ്ങരുതെന്ന് തമ്പുരാൻ വ്യക്തമായി വിളിച്ചു പറഞ്ഞു.
ഇതാക്കണം. ഒരച്ഛന്റെ കുപ്പായത്തെ മറ്റുള്ളവർ മാനിക്കുന്നത് പോലെ ദൈവസന്നിധി വന്ന ദൈവമക്കളാ ആഭരണമില്ല കാലറിയ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോ മറ്റുള്ളവരുടെ നടുവിൽ നിനക്കൊരു മാന്യതയുണ്ട്. നിന്റെ അകത്തിരിക്കുന്നതിന്റെ ദൈവകൃപ നീ മറന്ന നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത്രയും വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഇത്രയും കരമൊന്നും ഉയർത്തിയാട്ടെ, 2 കരം ഉയർത്തും. ഇനി മേലാൽ ഞാൻ ജാതിയുടെ മധ്യത്തിൽ ഈ കരം നീട്ടാൻ ലോകത്തിലുള്ള ഒരു തീരുമാനം എന്റെ മകൻ കടന്നു എടുത്തോണം. എന്റെ തമ്പുരനെ ആരാധിക്കുന്ന കരമാണ്, വചനം തന്ന കരമാണ്. ഈ കരം കൊണ്ട് ഞാൻ അവനെ നീട്ടി സ്വീകരിച്ചതാ. ഇനി എന്റെ ജഡം കൊണ്ടോ എന്റെ ആദരം കൊണ്ടോ എന്റെ കരം കൊണ്ടോ ഞാൻ ജാതികളുടെ മധ്യത്തിലാ പോകത്തില്ലെന്നുള്ള തീരുമാനം ഇന്ന് എടുത്തിരിക്കുക. ഓ താങ്ക് യു. ഈ കരങ്ങളെ ദൈവം നിറയ്ക്കാൻ പോകുകയോ. ഇത്രയും കരത്തിനകത്ത് ഓട്ടസഞ്ചിയ ഈ കരം ശൂന്യമായി പോകുന്നതാ. ഇതിനകത്ത് നിൽക്കാതെ വേണം ഒഴുകി പോകുന്നത് പോലെ നിന്നെ നന്മ പോകുന്ന കരങ്ങളാണ്. ഇന്ന് പകൽക്കാലം തമ്പുരാൻ പറയണം, ഇത്രയും ഭവനത്തിന്റെ അകത്തണം, ഇത്രയും ഭവനത്തിന്റെ കരങ്ങളെ തമ്പുരാൻ നിറയ്ക്കാൻ പോയത് ദൈവങ്ങൾ വ്യക്തമായി പറയാം. ദൈവം പറഞ്ഞ് വെളിപ്പെടട്ടെ. നിന്റെ കരം അടങ്ങിയിരിക്കാനല്ല, നിന്റെ കരം അടങ്ങിയിരിക്കാനല്ല. ഓ ഇന്ന് പകൽക്കാലം പുതിയൊരു ഭവന ഇന്ന് പകൽക്കാലം പ്രാപിക്കണം. ഓ യേശുവിന്റെ നാമത്തിലാണ് നിന്റെ കരത്തിൽ കരമെന്ന് പറയാം. ഓ ഓ ഇന്ന് പകൽക്കാലം സൂര്യനെ കാണുക, സൂര്യനെ കാണുക. ഓ യേശുവിന്റെ നാമത്തിലാണ്. അഭിഷേകം തമ്പുരാനിന്ന് നമ്മളിൽ പകരാൻ പോവുകയാണ്. ഇതുവരെ നീരുന്നത് പോലെയല്ല. സന്തോഷത്തെ കേട്ട് പുറത്തു പോകാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അന്തർഗമന ജനാലഘടക നീ ആരാധിക്കുന്ന കാര്യമാ, നീ സ്തുതിക്കുന്ന കാര്യമാ. ഇന്ന് പകൽക്കാലം നിന്റെ അതരം കൊണ്ട് സ്തുതിക്കുന്നതാ. ആ അതരം ജാതികളിൽ ഇറങ്ങാനല്ല. ഓ എന്റെ അപ്പനെ ആരാധിക്കുന്ന കാര്യം മറ്റുള്ളവന്റെ മുമ്പിൽ നീട്ടാനുള്ളതല്ല. ഓ ഹല്ലേലൂയ. ഓ നീ Oh,
നമ്മൾ ഓർക്കണം, നമ്മളിലുള്ള ദൈവകൃപ, നമ്മളിലുള്ള അഭിഷേകം കളഞ്ഞ എത്രമാത്രം നീ ലോകത്തിലേക്ക് ഇറങ്ങിയെന്ന, എത്രമാത്രം നീ ലോകത്തിലേക്ക് ഇറങ്ങി, എത്രമാത്രം നീ ലോകത്തെ മുമ്പിൽ നീ കൈനീട്ടി ഈ ക്രിസ്തുവിനെ കളഞ്ഞിട്ട് പോയതാ. തമ്പുരാന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. തമ്പുരാൻ പറയാണ്, ഒലിവും പറഞ്ഞു, ഈ തന്റെയുടെ മാർക്കെങ്കിലും ഉണ്ടോ, ഈ ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? നീ പ്രാപിച്ചിരിക്കുന്നതിനെ നീ ഒന്ന് വിവേചിച്ചേ. ഞാൻ ഏത് കൃപയാണ് പ്രാപിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. എന്നിലുള്ള ഈ തൈലം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ യാഗത്തിന് പറ്റത്തുള്ളൂ. അത് കളഞ്ഞിട്ടാണല്ലോ പോയത്. ഇന്ന് നമ്മളൊരു കുറ്റമേച്ചു പറയണം. ഹല്ലേലൂയ. ഒലിവ് പറഞ്ഞു, എന്നിലുള്ള അഭിഷേകം ഞാൻ നഷ്ടപ്പെടുത്തി ജാതികൾക്ക് രാജാവായിട്ടിരിക്കാൻ വരത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തോട് തന്നെ നീ പറ, ഞാൻ ഇറങ്ങിപ്പോയി, ഇനി ഞാൻ വരത്തില്ല, എനിക്കൊരു മടങ്ങിവരോ ആവശ്യം. ഞാൻ ഓർത്തില്ലപ്പ, എനിക്കറിയത്തില്ലായിരുന്നു. വിവേചിച്ചുകൊണ്ട് ഞാൻ പ്രാപിച്ചത് എന്തെന്നുള്ളത് വിവേചിച്ചുകൊണ്ട് എന്റെ തമ്പുരാനോട് ചോദിക്കാതെ, നിന്റെ പിതാവിനോട് നീ ചോദിക്കാതെ നീ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഓർക്കണം, ഒരു സ്കൂളിലാകട്ടെ, ഒരു ഓഫീസിലാകട്ടെ, അധികാരികളോട് ചോദിക്കാതെ ആരും പുറത്തെന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അധികാരി അകത്ത് കയറ്റി വാതിലടച്ചിട്ടുണ്ടെങ്കിൽ അധികാരിയോട് ചോദിക്കാതെ പുറത്തുപോയി സംഭവിച്ചത്. അധികാരിയോട് ചോദിക്കാതെ നീ പുറത്തു പോയത് കൊണ്ട് നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഒലിവ് പറഞ്ഞു, എന്റെ വിശേഷമായ തൈലം ഉപേക്ഷിച്ച് ഞാൻ എന്ത് ചെയ്യത്തില്ല. അവിടെ അല്ലല്ലോ ഒലിവിന്റെ ദൈവകൃപയോടെ കാത്തു പരിപാലിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തി അത്തിവൃക്ഷത്തോട് നമ്മൾ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചപ്പോൾ പറഞ്ഞു, അത്തിവൃക്ഷം പൂക്കുന്നില്ല. അത്തി എന്നാ പറഞ്ഞത്? ഞങ്ങൾക്ക് വന്ന് രാജാവായിട്ടിരിക്കാൻ പറ്റുമോ? അതിനെ അത്തിവൃക്ഷം മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുന്നു. ഇവനിലുള്ള പഴം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, ആടാൻ പോകത്തില്ല. ഓരോ വ്യക്തികളോട്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോട് ദൈവം വ്യക്തമായിട്ട് പറയുക, നിന്നിലുള്ളത് ഹല്ലേലൂയ. ഒലിവിന് കൊടുത്തത് വിശേഷമായ തൈലം, അത്തിക്ക് കൊടുത്തത് അതിന്റെ പഴം. ഈ പഴം ഉപേക്ഷിച്ചിട്ട് ഞാൻ വരത്തില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ഇത് കളഞ്ഞിട്ട് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞോ? പിശാച് ഒരു വാക്ക് നിന്റെ മുമ്പിൽ ചോദിച്ചപ്പോഴേ നീ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാ, ഞാൻ എന്നാ ചെയ്യും അല്ലേ, ഞാൻ എന്നാ ചെയ്യും? കുറെ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം, ടേബിൾ അടയ്ക്കണം, പത്രത്തിന് കൊടുക്കണം, മറ്റുള്ള ലോൺ അടയ്ക്കണം, ഞാൻ എന്നാ ചെയ്യും? സ്തോത്രം. ഇരുത്തിക്കൊണ്ടവൻ ഞെരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണം? ജാതികൾക്ക് രാജാവായിട്ടിരുന്ന അതിന് കൊണ്ടുവന്നിരിക്കുക ചില വിഷയങ്ങൾ ആണോ? നീ ദൈവത്തോട് പറ, നിന്റെ ആവശ്യങ്ങൾ നീ കർത്താവിൽ സ്തോത്രത്തോടു കൂടി എന്ത് ചെയ്യാനാ പറഞ്ഞത്? അവൻ അതിനകത്ത് കയറാൻ പറ്റുമോ? ഇല്ല. അത്തി പറഞ്ഞു, എന്നിലുള്ള ആ പഴം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നിന്നിൽ പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപയുടെ വലിപ്പം. ഇതെല്ലാവർക്കും രുചികരമായ ഒരു ഹല്ലേലൂയ ഒരു പഴമാണ്. ഇത് കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. മൂന്നാമത്തെ വ്യക്തി മുന്തിരിവള്ളി. സ്തോത്രം. മുന്തിരിയില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. സ്തോത്രം. അടുത്ത ആളോട് ചോദിക്കുക. ഇപ്പം 3 പേര് മൂന്നാമത്തെ ആളോടായി ആണോ എന്നാ ചോദിക്കുന്നത്? നീ രാജാവായിട്ടിരിക്കാവോ? മുന്തിരിവള്ളി പറഞ്ഞു, ദൈവത്തെയും മനുഷ്യനെയും
ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഉപേക്ഷിച്ച് ഞാൻ എന്ത് ചെയ്തില്ല. വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുന്നു. ഇതുപോലെ ഏതെങ്കിലും വിശ്വാസികൾ ധൈര്യത്തോടു കൂടി പിശാചിനോട് വെല്ലുവിളിച്ച് ജയിക്കുന്നുണ്ടോ? അതാ എന്തിനുള്ള ദൈവകൃപയെ ഉപേക്ഷിച്ച് ഞാൻ വരത്തില്ലെന്നാണ് വെല്ലുവിളിയോടുകൂടി ആരെങ്കിലും പറയുന്നുണ്ടോ? നോക്കി എന്നിൽ പ്രവചിക്കും. മുന്തിരി പറഞ്ഞു, ഞാൻ അനേകർക്ക് രസം കൊടുക്കുന്നതാ, അല്ലെ? ദൈവവും മനുഷ്യനും എന്നെ എന്ത് ചെയ്യുന്നതാ? ഉയർത്തുന്നതാ, അല്ലേ? സ്തോത്രം. അവിടെ മുന്തിരിവലിയെ കുറിച്ചൊന്ന് വായിച്ചേട്ടെ. പ്രൈസലോ. ദൈവത്തിനെ മനുഷ്യനെ ആനന്ദിപ്പിക്കുന്നതാണ് എന്റെ ദൈവകൃപ, അല്ലെങ്കിൽ അവനിലുള്ള ആ രസം. ആനന്ദം കൊടുക്കുന്ന വ്യക്തി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വ്യക്തി, ആ സന്തോഷം കളഞ്ഞ് എന്ത് ചെയ്യത്തില്ല? അടം പോകത്തില്ല. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന വ്യക്തി ഞാൻ വരത്തില്ല. നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? നിങ്ങളോട് തന്നെ ചോദ്യം. ഞാൻ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന വ്യക്തിയാണ്, അത് ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ജാതികൾക്ക് രാജാവായിട്ടിരിക്കാൻ ചൊല്ലുവോ? ഹല്ലേലൂയ. ഒരു മുന്തിരിച്ചെടി പടരും. സ്തോത്രം. അധികാലത്തെ എഴുന്നേറ്റ എന്റെ മുന്തിരിച്ചെടിക്ക് ഹല്ലേലൂയ വേലി ഉണ്ടോന്ന് നോക്കണം, ഇത് തളർത്തിട്ടുണ്ടോന്ന് നോക്കണം, ഇത് ഹല്ലേലൂയ മതിൽമേൽ പടർന്ന ഹല്ലേലൂയ ഇതൊക്കെ പൂക്കട. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, ഇത് പൂത്തുലഞ്ഞ നിൽക്കേണ്ടതായ ഹല്ലേലൂയ ഈ ചെടി പ്രൈസലോ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞു 128 സംഗീതത്തിൽ നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായി ആരാണ്? ഹല്ലേലൂയ. നിന്റെ ഭാര്യ വീടിനകത്ത് ആരാണ്? ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി. നിന്റെ മക്കളെ മേശയ്ക്കും ഒലുതയാണ്. അപ്പൊ ഒലിവിനെ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. മുന്തിരിവള്ളിയായിരിക്കുന്ന ഭാര്യ ആനന്ദം പ്രകടിപ്പിക്കേണ്ട വ്യക്തി ഇന്ന് പകൽക്കാലം അത് ഉപേക്ഷിച്ച് എങ്ങനെ പോകും? അന്തർഗമന വൈഡമന ഘടകനാദികൾ ഗമനാദന ഓ റീവ പ്രൗഢമന ഘടകനാദികൾ ഗമന ഘടകസ്യ അന്തരാജകല ഘടക ദുരിപിഗമന ഘടകം പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുക. അടുത്ത വ്യക്തി ആരാണ്? മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പ് എന്നാ പറഞ്ഞത്? പിന്നെ വൃക്ഷങ്ങളോട് എല്ലാം കൂടെ മുൾപ്പടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായി ഇരിക്കായെന്ന് പറഞ്ഞു. മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നീ ഞങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നു, എങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിക്കും. മുൾപ്പടർപ്പിന്റെ സ്വഭാവം ഇത് കൊള്ളുകയാണ്. അങ്ങോട്ട് ചെന്ന് താങ്ങിയാലും കൊള്ളുകയാണ്. ഇതിനെ തൊടാൻ പറ്റുമോ? മുൾപ്പടർപ്പിനെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? മുള്ള ചെന്നാലും തൊടുവോ ധൈര്യമായിട്ട്? അതാണ് നിന്നിലുള്ള അഭിഷേകം. ശത്രുക്കളിൽ നിന്ന് അതിന് രക്ഷപ്പെടാൻ ദൈവം അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? മുള്ളു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് താമരയോട് തമ്പുരാൻ ഉപയോഗിച്ചത് ആഴത്തിൽ വരുന്ന താമരയുടെ തണ്ടുകളെ മുള്ളുണ്ട്. ഈ ദൈവ കൃപ ഉപേക്ഷിച്ച് പോരുകയില്ലെന്ന് പറഞ്ഞു. മുൾപ്പടപ്പനാ പറഞ്ഞത്. ധൈര്യമുള്ളവനെ നിഴലിൽ എന്ത് ചെയ്യാം? ആശ്രയിക്കാനാ പറഞ്ഞത്. ആരെങ്കിലും മുള്ളിനകത്ത് കയറിയിരിക്കും? ഏതെങ്കിലും വ്യക്തി മുള്ളിനകത്ത് കയറിയിരിക്കുവോ? ധൈര്യമുള്ളവൻ എന്റെ ചോട്ടി ഇങ്ങനെ വെല്ലുവിളിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. ഉൾപ്പടപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്ക് എന്റെ സന്നിധിയിൽ ഒന്ന് വരാവോ? ആരെങ്കിലും മുള്ളിനെ ചെന്ന് തൊടുവോ? മുള്ളിനകത്ത് കയറി നിൽക്കുവോ? ആരെങ്കിലും ധൈര്യത്തോടു കൂടി നിൽക്കുവോ? ആ അഭിഷേകത്തിനകത്ത് ആർക്ക് നിൽക്കാൻ പറ്റാത്തില്ല. ഇന്ന് ഞാൻ അങ്ങോട്ട് വരാം. നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി പോയതാ.
അതുകൊണ്ട് ദൈവാത്മാവ് ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അത്തിവൃക്ഷം പൂക്കുന്നില്ല, മുന്തിരികൾ തളർക്കുന്നില്ല, ഒലിവ് കായ്ക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നിഷ്ഫലമായിട്ട് കിടക്കി. ഇതുകൊണ്ടാണ് ഇത് കായ്ക്കാതെ. എല്ലാം കൊണ്ടാ ദൈവകൃപ നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് സഹായിക്കുന്നില്ല. ഇത് പിശാചാണോ? പിശാച് പറഞ്ഞ വഴി എന്ത് ചെയ്തു? ഒരാള് തന്റെ അടുത്തോട് കൂടി പറഞ്ഞു, മുൾപ്പടർപ്പ്, അവനിലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്താനാ കല്ലോലെ കഴിയത്തില്ല. നിങ്ങൾക്ക് എന്റെ സന്നിധി വരാമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നീ ധൈര്യത്തോട് കൂടെ പിശാചെ, നീ എന്റെ സന്നിധി വരാമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. വരുവോ? സന്തോഷിക്കുന്നതിനകത്ത് കയറാൻ പറ്റുവോ? അഭിഷേകമുള്ളവനെ തൊടാൻ അധികാരമില്ല. നിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയാനല്ല, അഭിഷേകം ഇല്ലാത്തവനോടാക്കി ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം തകർത്ത് കളയുന്നത്. ഓ നീ ഇവിടെ കളഞ്ഞിട്ടിരിക്കുമ്പോ വേറൊരാള് മേടിച്ചോണ്ടിരിക്കുക. അന്നേരം ഒരാൾ പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരിക്കുക, കർത്താവേ എനിക്ക് കൃപ വേണമെന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ വെറും 10,000 രൂപ അല്ല, ഒരു 10 രൂപയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇറങ്ങി നിന്റെ കൃപ തമ്പുരാൻ അവർക്ക് എടുത്ത് കൊടുത്തു. ചോദിച്ചാൽ തരുമോ? ഇനി തരുമോ ചോദിച്ചാ തരത്തില്ല. എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് നീ അപേക്ഷിക്കുക. തമ്പുരാനെ അറിവില്ലായ്മ സംഭവിച്ചു പോയി. ഓ ഇന്ന് പകൽക്കാലം നീ എനിക്ക് തന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞാൻ പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട് പോകുവാനിടയായി. എങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതിന് എന്റെ തമ്പുരാനെ പകൽക്കാലം അതിശക്തിയോട് കൂടിയുള്ള ഒരു ദൈവകൃപ പ്രാപിച്ച് എഴുന്നേൽക്കണം. ഇനി ഞാൻ പോകത്തില്ല. ഇനി ഞാൻ ഹല്ലേലൂയ പോയി. എങ്കിൽ പകൽക്കാലം എനിക്ക് നടന്നു വരണം. ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണം. ഒരു ദൈവകൃപ പ്രാപിച്ചെടുക്കണം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവ കൃപ വ്യാപരിക്കപ്പെടാൻ പോകുകയാണ്. ഓ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവ കവലത്തിൽ വ്യക്തികളെ മേല ഒരു വലിയ വിടുതലാണ്. ഹല്ലേലൂയ. അയക്കാൻ പോകുകയാണ്. ഓ ദൈവാത്മാവിൽ വ്യക്തമായി വിളിച്ചു പറയുക. ഓ ഈ കാലഘട്ടത്തിൽ ഇന്ന് പകൽക്കാലം ദൈവമാവില്ല വ്യക്തമായിട്ട് പറയുമ്പോ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവ്, ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവം ചെയ്തു തരാൻ പോകുകയാണ്. അന്തർഗമന വൈഡമന ഘടകധര. ഇന്ന് പകൽക്കാലം നീ പിശാചിന്റെ പിടിയിൽ പിടിക്കപ്പെട്ട് കിടക്ക. നിന്റെ ജഡത്തെ ഒന്ന് പിടിച്ചെടുക്കണം. നിന്റെ അതരത്തെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ആത്മ കണ്ണുകളെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഓ യേശുവിന്റെ നാമത്തില് നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കുക. എത്രമാത്രം നീ ഇറങ്ങിപ്പോയി, എത്രമാത്രം നീ ഹല്ലേലൂയ. ഓ റീഖാനടകധന. ഓ നിന്റെ ദൈവകൃപ നഷ്ടപ്പെടുത്തി നീ ഇന്ന് പകൽക്കാലം പുറകോട്ടിറങ്ങിയതാ. പരിശുദ്ധമാവിൽ വ്യക്തമായി ദൂത് വിളിച്ചു പറയുമ്പോ ഇന്ന് പകൽക്കാലം അണിഞ്ഞു മാറി എന്റെ ജഡത്തെ സ്വതന്ത്രമാക്കണം. അവൻ വിളിച്ച മാടി വിളിച്ച വഴിയിലേക്ക് ഞാൻ പോയി തമ്പുരാനെ. ഓ തെറ്റിപ്പോയി തമ്പുരാനെ. ഇന്ന് പകൽക്കാലം എനിക്ക് മടങ്ങി വരണം. എന്റെ അപ്പന്റെ പാതയില, എന്റെ അപ്പന്റെ പാതവിടത്തില. ഓ അല്ല യഥാർത്ഥമായി എനിക്കത് മുഴങ്കാലം മടക്കണം. ഇതുവരെ മുഴങ്കാലം മടക്കുന്നത് പോലെ അല്ല, യഥാർത്ഥമായി ദൈവകൃപ പ്രാപിച്ച എനിക്കൊന്ന് എഴുന്നേൽക്കണം. ഈ ദിവസങ്ങളിൽ തന്നെ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ
ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് പുറകോട്ട് ഇറങ്ങി പോവുക. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അസ്തര അധികാര ഘടക ജനാധിപത്യ പ്രൗഢിമരിപ്പിക്കുക. ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും എന്തിനാണ് പറഞ്ഞത്? ക്രിസ്തുവിൽ സന്തോഷിക്കണം. ഇടവിടാതെ ദൈവത്തോട് എന്തിയാണ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഓ ശൈലമന ഘടകസിയ നിലച്ചു പോയതുപോലെ. ഹല്ലേലൂയ. ഒരാൾ ഭൂമിയിൽ നിന്ന്, നമ്മുടെ ഭവനത്തിൽ ഒരാൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അവിടെ നിലച്ചു പോയതുപോലെ നിന്നിലുള്ള അഭിഷേകം എന്ത് ചെയ്തു? നിലച്ചുപോയി. മടക്കി പ്രാപിക്കാൻ ലഭിക്കാതെ വണ്ണം ആയിരിക്കുന്ന അവസ്ഥയെ ദൈവാത്മാവ് വ്യക്തമായിട്ട് വിളിച്ച് പറയുന്നത്. സ്തോത്രം. എങ്കിലും ഇന്ന് പകൽക്കാലം മരിച്ചവനെ ഉയർപ്പിച്ച തമ്പുരാനാണ്. ആണോ? മരിച്ചുപോയതിനെ ഉയർപ്പിച്ച തമ്പുരാനാണെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ട്. ഈ ആത്മീയമായി മരണപ്പെട്ട് കിടക്കുന്നെങ്കിൽ ആത്മീയമായി ജീവിപ്പിക്കാൻ എന്റെ തമ്പുരാന് കഴിയും. ഇന്ന് പകൽക്കാലം നീ ജീവിക്കണം. പറഞ്ഞ പോലെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയുന്നു, നിന്റെ മുൻപിരിവള്ളി എന്ത് ചെയ്യുന്നില്ല? ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഹബക്കൂക്ക് പ്രവാചകന്റെ രാഗത്തിൽ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിന്റെ മുന്തിരിവള്ളി എന്ത് ചെയ്യുന്നില്ല? അത്യാവശ്യം തളർക്കുന്നില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായിട്ടില്ല. മുന്തിരി വീട്ടിലുണ്ട്, ഒലിവ് വീട്ടിലുണ്ട്, അത്തിയുണ്ട്. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല? അനുഭവമില്ല. ഇതെല്ലാം എന്ത് ചെയ്തു? നിഷ്ഫലമായി പോയി. നിലങ്ങൾ ആകാരം എന്ത് ചെയ്യുന്നില്ല? വിളവുണ്ടാകുന്നില്ല. ആട്ടിൻകൂട്ടം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. ഗോശാലകളിൽ എന്തില്ല? കന്നുകാലിയില്ല. എങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഈ സന്തോഷം കെടുത്തുന്ന കാര്യങ്ങളെല്ലാം ഇത്രേ എന്റെ വീട്ടിലുണ്ട്, എങ്കിലും ഞാൻ ആരിൽ ആനന്ദിക്കും? ആനന്ദിക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്റെ രക്ഷ ദൈവത്തിൽ എന്ത് ചെയ്യും? ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലം എന്ത് ആകുന്നു. അവൻ എന്റെ കാലുകൾ എന്ത് ചെയ്യുന്നു? പേടമാന്റെ കാല് പോലെ എന്ത് ചെയ്യാ? ആക്കുന്നു. ഉന്നതങ്ങളിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കാൻ എന്ത് ചെയ്യുന്നില്ല. ഉന്നതങ്ങളിലേക്ക് കയറണം എന്നുണ്ട്, എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല. നിന്റെ കാല് പേടമാന്റെ ഒരു കാല് പോലെയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ കാല് പേടമാന്റെ കാലാണോ? ആണോ? കർത്താവ് പറഞ്ഞു, യഹോവയായ കർത്താവാണ് എന്റെ ബലം. ബലം ഉണ്ടാക്കിയാലും ബലം ശക്തിയെല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. എല്ലാവർക്കും മുടിന് വേദനയും കാലിന് വേദനയാണല്ലോ. അതുകൊണ്ട് കാല് പേടമാന്റെ കാലാണോ? ആണോ? ഒരു മാന്റെ കാലെന്ന് പറഞ്ഞാൽ അവൻ എന്തൊരു ശക്തിയാ. അവന്റെ ഓട്ടവും അവന്റെ നടപ്പും ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചോളണം. സ്തോത്രം. നമ്മുടെ കാലിന്റെ പോലെ മണ്ണയില്ല, എങ്കിലും അതിന്റെ ശക്തി എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ നിങ്ങളുടെ കാലുകൾ എങ്ങനെയായിരുന്നു? പേടമാന്റെ. സ്തോത്രം. ആർക്കെങ്കിലും കാലനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങൾക്ക് അതാരില്ലാതെ പോലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിന്റെ കാല് ഞാൻ എങ്ങനെയാണ്? പേടമാന്റെ കാല് പോലെ ആക്കിയിരിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നെ എന്ത് ചെയ്യാണ്? സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞു, ഉന്നതങ്ങളിലേക്ക് ഞാൻ നിന്നെ നടക്കുമാറാക്കിയത്. ഒറ്റ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടക്കാൻ. എന്തുകൊണ്ടാ? അഭിഷേകം നഷ്ടപ്പെട്ടു. തമ്പുരാനെ കൂടാതെ പുറകിലേക്ക് ഇറങ്ങിപ്പോയി. തമ്പുരാൻ പറയാണ്, ഞാൻ തന്നത് പേടമാന്റെ ഒരു കാല് പോലും. ഉന്നതങ്ങളിലേക്ക് നടക്കാനാണ് തമ്പുരാൻ നമ്മളെ വിളിച്ചത്. ഉന്നതങ്ങളിലേക്കാണ് നടക്കുന്നത്. താഴ്വരയിലേക്ക് പോവാം.
അതാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചില കൂമ്പാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്കിൽ ഈ ദിവസങ്ങളിൽ നീ ഉന്നതങ്ങളിലേക്ക് നീ കയറണം, കുതിച്ചൊന്ന് ഉയരണം. തമ്പുരാൻ പറയണം, എനിക്കൊന്ന് കുതിച്ച് കയറണം. നീ ഉദ്ദേശിക്കുന്ന രാജ്യത്ത്, നീ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ എത്തിക്കാൻ പോവുകയാണ്. നീ വിശ്വാസത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വെത്തോണ്ട് ഈ ന്യൂ ഇയറിന് ഞാൻ ഇവിടെയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരു രാജ്യത്ത് എനിക്ക് പോകണം, ഇന്ന രാജ്യത്ത് എനിക്കൊന്ന് പോയേ പറ്റത്തുള്ളൂ. നീ ഇന്ന് വെച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ട് നീ എന്ത് ചെയ്യും? സ്തോത്രം. ഐക്യത്തില്ലേ? ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് പോലെ ഹല്ലേലൂയ, എനിക്ക് ഇന്നടുത്ത് പോയി എന്റെ കർത്താവിനെ ഒന്ന് സുവിശേഷം അറിയിക്കണം, ഇനി രാജ്യത്ത് എനിക്ക് പോയി പറയണം, എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം എനിക്കുണ്ട് എങ്കിൽ അവിടെ പോകണമെന്ന് നീ ഇന്ന് നീ കുറിച്ചിട്ടോ ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. അന്തർഗമന വൈഡമന ഘടകസ്യ അയക്കുമെന്ന് പറഞ്ഞാൽ തമ്പുരാനായിരിക്കും. നീ ചോദിക്കേണ്ടത് പോലെ ചോദിക്കണം. ഹല്ലേലൂയ. നീ സമ്പത്തിന് പോകാനല്ല, ആണോ? എന്റെ കർത്താവിനെ എന്ത് ചെയ്യണം? ഉന്നതങ്ങളിൽ എനിക്കൊന്ന് ഉയർത്തണം. ശിവന്റെ നാമത്തിലാണ്. എന്റെ ദൈവകൃപയെ അപേക്ഷിച്ച് പോകാനല്ല, ദൈവകൃപയുമായി നീ കടന്നു പോകാനാ. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിലാണ് ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ, ദുഃഖം വരുമ്പോൾ നീ സന്തോഷിക്കണമെന്ന് ദൈവാത്മാവിൽ വ്യക്തമായി ദൂത് വിളിച്ചു പറഞ്ഞെങ്കിൽ അതിനകത്ത് മാറ്റമില്ല. പ്രൈസലോ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ദൈവാത്മാവ് തന്ന വലിയ ഒരു വാക്യമാണ് ഹല്ലേലൂയ. എങ്കിൽ ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞു, എപ്പോഴും സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ. ഇല്ലായ്മ വരുമ്പോഴും ഹബക്കൂക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവിന്റെ നമുക്ക് തന്നിരിക്കുന്നത് പേടമാന്റെ കാലുവലൊരു കാലം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 5-ാം അധ്യായം 41-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ന്യായാധിപന്മാരുടെ സംഘത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുറപ്പെട്ടു പോയി. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെയാണ് കർത്താവിന് വേണ്ടിയാണ് നാം അപമാനം സഹിക്കുന്നത്, ആണോ? മറ്റാർക്കും വേണ്ടിയല്ല. നിന്നെ ന്യായാസനത്തിന് മുമ്പില് കൊണ്ട് നിർത്തിയാലും എന്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി, എന്റെ തമ്പുരാനുള്ളത് കൊണ്ട് ഞാൻ ലജ്ജിക്കത്തില്ലെന്നുള്ളതായ ഒരു തീരുമാനം നിന്റെ ഉള്ളുണ്ടെങ്കിൽ, അപമാനം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും കഷ്ടതയിൽ നീ എന്ത് ചെയ്യുക? സന്തോഷിക്കാനാണ് ദൈവാത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞത്. അവിടെ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യമാണ് വളരെ വ്യക്തമായിട്ട് ഇന്ന് പകൽക്കാലം വായിക്കുവാനിടയായത്. ഹല്ലേലൂയ. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെട്ടിരിക്കുക. അപ്പൊ തിരുനാമത്തിനു വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹല്ലേലൂയ. അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെട്ടിരിക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്തു? സന്തോഷിച്ചുകൊണ്ട് ന്യായത്തിന്റെ മുമ്പിൽ പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വിരാമമില്ലാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവൻ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിരാമമില്ലാതെ ഉപദേശിക്കുകയും യേശുക്രിസ്തുവിനെ സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ദേവാലയത്തിലും വീടുതോറും തമ്പുരാന്റെ സുവിശേഷം എന്ത് ചെയ്തു? പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വ്യക്തമായിട്ടാ പറയുന്നത്. ഹല്ലേലൂയ. വിശ്രമമില്ലാതെ കർത്താവിന്റെ ശുശ്രൂഷകളെ തരുവാൻ എന്റെ തമ്പുരാന് കഴിയും.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവാത്മാവിൽ അവിടെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം. അവരെ വളരെയധികം അടുപ്പിച്ച ശേഷം തടവിലാക്കി ഇതാണ് പറയാൻ പോകുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. അവരെ വളരെ എത്രങ്ങോട്ട് അടുപ്പിച്ച ശേഷം ആ സൂക്ഷ്മതയോടുകൂടി ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ദേശത്ത് നിനക്ക് വേണ്ടി ഒരു ശത്രു എഴുന്നേറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷ്മതയോടുകൂടി നീ ദൈവസന്നിധിയിൽ പോയി തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിനെ സൂക്ഷ്മതയോടുകൂടി ഒരു പാർട്ടി വെളിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നോക്കുന്നുണ്ട്. എന്നിട്ട് കാരാഗ്രഹ പ്രമാണി വായിച്ചാട്ടെ. കാരാഗ്രഹ പ്രമാണിയോട് അവരെ എങ്ങനെ നോക്കണം? സൂക്ഷ്മതയോടെ സൂക്ഷ്മതയോടുകൂടി നീ അവരെ എന്ത് ചെയ്തോണം? കാത്തോണം. അവൻ ഇങ്ങനെ കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ടുകൂടി. അവരുടെ കാലെന്ത് ചെയ്തു? ഇപ്പൊ എന്നാ ഇത്? നിന്നെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കോളാൻ പറഞ്ഞ കാലെന്ത് ചെയ്തിരിക്കാം? ആമത്തിലോട്ട് കൂടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഇവരെങ്ങനെ പറഞ്ഞ പോലെ അവരെന്ത് ചെയ്തു? അവരുടെ കാലെല്ലാം പൂട്ടിയപ്പോൾ അവരെന്ത് ചെയ്തോണ്ടിരുന്നു? അവർ പാടി ആരാധിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. വായിച്ചേ. തടവുകാർ എന്ത് ചെയ്തോണ്ടിരുന്നു? നീ കരയുന്നുണ്ടോ, കൂകുന്നുണ്ടോ, നിന്റെ കാൽ അഴിക്കാവോ എന്ന് ചോദിച്ച് കരയുന്നുണ്ടോന്നാ നോക്കിയത്. അവരെന്ത് ചെയ്തോണ്ടിരിക്കുക? പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് പറഞ്ഞു? തടവുകാർ എന്ത് ചെയ്തോണ്ടിരിക്കുക? അവൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് ഒരു വലിയ ഭൂകമ്പം എന്ത് ചെയ്യാൻ പോവാ? ഉണ്ടായി. കാലഘട്ടത്തിന്റെ അടിസ്ഥാനം ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? കുലങ്ങി. നിന്റെ വാതിൽ എന്ത് ചെയ്തു? തുറന്നുപോയി. ഇപ്പൊ എല്ലാവരും ചങ്ങല എന്ത് ചെയ്തു? അഴിഞ്ഞ് വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ചു. വാളുപുരി തനത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ് നിനക്ക് ഒരു ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീഴാൻ പോവുകയാണ്. രക്ഷാത്രത്തിന്റെ പാതകളെ വാങ്ങാൻ പോവുകയാണ്. ദൈവാത്മാക്കളെ വ്യക്തമായിട്ട് പറയുകയാണ്. സൂക്ഷ്മതയോടുകൂടി നോക്കുന്നവന്റെ മുമ്പിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടാവുകയാണ്. ഇന്ന് പകൽക്കാലം മെസ്സേജ് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പൊരുളും നിഴലുമായി ദൈവാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വ്യക്തമായിട്ട് പറയുകയാണ്. സൂക്ഷ്മതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നവരെ മുമ്പ് മുട്ടുമടക്കാൻ പോകുക. സൂക്ഷ്മതയോടുകൂടി നോക്കുന്നവൻ നിന്റെ മുമ്പിൽ മുട്ടുകടക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം എത്തിച്ചു കൊടുക്കാം. ഓ ഹല്ലേലൂയ. കേട്ടവതിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഓ താങ്ക് യു ലോർഡ്. ചൂടാറവ ശവരമനകരകര അന്തരാജകരകടകരാധിപര പ്രൗഢമനകടകസിയ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു നിമിഷം ഹല്ലേലൂയ. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കേട്ടവതിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം.